അപ്പോൾ പാക്കൊക്കെ ചെയ്ത് കെട്ടും കെട്ടി എല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകണമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക. ഞങ്ങൾക്കൊരു പൂരമുണ്ട് രജുവിൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് പൂരം, തലേദിവസം തന്നെ പോവാണ് കേട്ടോ. അപ്പം തലേദിവസം പൂരപ്പറമ്പ് കാണാൻ പോവുക, അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പോവുക. ഞങ്ങളൊരു സ്ഥിരം പരിപാടിയാണത്. ചെന്നപ്പോൾ ചേച്ചി നല്ല പണിയിലാണ്, പലഹാര പണിയിലാണ്. ഉണ്ണിയപ്പം കള്ളപ്പം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് മെല്ലെ പൂരപ്പറമ്പിലേക്ക് പോവാണ്. പൂരത്തിൻ്റെ അന്നാണെങ്കിൽ നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് പൂരപ്പറമ്പിൽ ഇങ്ങനെ നടക്കാനായിട്ട് പറ്റില്ല. പിന്നെ നാളെ ഇഷ്ടം പോലെ ആനകളുണ്ടാവും. ആനകളുടെ പൂരം കാണാൻ പോകാൻ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. പിന്നെ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടും ഉണ്ടാവും കേട്ടോ നാളെ. അപ്പോൾ അതും കാണണം. ഈ പാടത്തിൻ്റെത്, ഈ കാണുന്നതിൻ്റെ അപ്പുറം പാടാണ്, അവിടെയാണ് കേട്ടോ വെടിക്കെട്ട് നടക്കുക. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു കാര്യം ഞാനിവിടെ കണ്ടു. മീൻചന്ത. പൂരപ്പറമ്പിൻ്റെ ഒരു സൈഡിലായിട്ട് മീൻചന്ത ആയിരിക്കും കേട്ടോ. കൂടുതലായിട്ട് സ്രാവ്. അത്യാവശ്യം എല്ലാം കണ്ടിട്ട് മുന്നിലും നല്ല തിരക്കുണ്ട്, എല്ലാവരും വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനെ സംഭവം കണ്ടിട്ടില്ല. ഇവിടെയാണ് ഞാനിങ്ങനെ മീൻചന്ത, പൂരപ്പറമ്പിൽ മീൻചന്ത കാണുന്നത് കേട്ടോ. ഈ മീൻ കറി വെക്കാനുള്ള സാധനങ്ങൾ കുടംപുളി, അതുപോലെ തന്നെ പഴുത്ത പുളി, മാങ്ങ, മസാല ഒക്കെ അപ്പുറത്തെ ഒരു ചെറിയൊരു ഷെഡിൽ അതേ ഇതുപോലെ ഒരു സ്ഥലത്ത് വിൽക്കുന്നുണ്ട്. പൂരപ്പറമ്പിലൊക്കെ നടന്ന് കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്ക് പണ്ട് മുതൽക്കേ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ശരിയായ പൂരം നാളെ കേട്ടോ. അപ്പോൾ ബാക്കി നാളെ കാണാം.